ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട്. രാവിലത്തെ തിരക്കും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേന് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉമ്മമാനം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം മത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വത്തൾ മീനും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇന്നലെ മേടിച്ച് മസാല പുരട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മീൻ ഇറച്ചിയൊന്നും അമ്മ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തിയൊക്കെ ഇട്ടുകൊണ്ട് അടിപൊളിയായിട്ട് ഒരു തേങ്ങ കരച്ച് മാങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ച സാധനങ്ങൾ ഇപ്പം മാവേലി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സാധനങ്ങൾ കൊടുന്നതായിരുന്നു. അപ്പോൾ ഉമ്മ എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതാ പിന്നെ ഉമ്മമാക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് എന്തെങ്കിലും കൂട്ടാനൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അത് വെള്ളരിക്കും ചക്കക്കുരും മാങ്ങ ഇട്ടിട്ട് വെറുതെ അങ്ങനെ ഒരു മുളക് ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കാണ് കേട്ടോ. അപ്പോൾ അത് കടുക് വറുക്കാൻ വെച്ചതിൻ്റെ ഇടയിൽ മമ്മ എന്തോ ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാനത് അതിലേക്ക് ഒഴിക്കാൻ മറന്നിട്ട് ഞാനങ്ങനെ മമ്മാൻ്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓഫാക്കിയിട്ട്. പിന്നെയാണ് ഞാനത് എടുത്ത് ഒഴിച്ചത്, മറന്നു പോയതായിരുന്നു. പിന്നെ അതാ ഞാൻ മത്തിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മത്തി പൊരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വത്തളാണ് കേട്ടോ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പയറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ചോറിൻ്റെയും കൂട്ടാൻ്റെയൊക്കെ പണികൾ നോക്കാൻ നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കടുക് വറുത്തതൊക്കെ അതിക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതാ മീൻ കറിയും പിന്നെ അതുപോലെ വെള്ളരിക്കും ചക്കക്കുരും കറി, മത്തി പൊരിച്ചതും പയറുപ്പേരിയും പിന്നെ വത്തൾ പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ തൊലി ചെത്തിയിട്ട് ഉമ്മ അതാ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം മാവേലി പോയിട്ട് കൊടുന്നിട്ടുള്ളത്. അപ്പോൾ കടല, പയർ, ചെറുപയർ, അതുപോലെ ഉഴുന്ന്, പഞ്ചസാര, കടുക് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമ്മ അതൊക്കെ കവറിൽ നിന്നൊക്കെ ഒരാൾക്കിൽ ഇട്ടേക്കാണ് കേട്ടോ, പാത്രത്തിലാക്കിയിട്ട് എടുത്തേക്കാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ ചെറിയ അളുക്കുകളിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കണ പാത്രങ്ങൾ വേറെ ഉണ്ട്. ഇത് ഫ്രിഡ്ജിൻ്റെ ഡോറുമേ കൊള്ളാൻ പാകത്തിനുള്ള അളുക്കുകളിലാക്കിയിട്ട് വെക്കുക. എന്നാൽ കേട് വരില്ലല്ലോ. അതൊന്നും പെട്ടെന്നൊന്നും തീരൂല. കടലയും പയറൊന്നും എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊന്നും ഉണ്ടാക്കൂലല്ലോ, എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും തീരൂല. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ചോറൊക്കെ വെന്ത് മാങ്ങ അടുപ്പത്ത് ഇമ്മമ്മ അതാ ഗോതമ്പ് കുത്തിയതുണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം ചായക്കടിക്കെന്ന് പറഞ്ഞിട്ട് അത് വെക്കാണ് കേട്ടോ. ഉമ്മമ്മനെ അതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അലക്കാളത് മിഷ്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നെടുത്ത് ഉണക്കിയിടും ചെയ്യട്ടെ വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഉമ്മ അതിന് തീയൊക്കെ കത്തിച്ചിട്ട് കൈയൊക്കെ കഴുകാണ്ട്. അപ്പോൾ ഇതാണ് മാങ്ങ പഴുത്തത്. ഉമ്മ മുളക് പൊടി ഉപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കഷ്ണം വെട്ടിയിട്ട്. ഇനി എന്താ ഇത് ചോറുക്ക് വേണ്ടവർക്ക് ചോറുക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെ എടുത്ത് കഴിക്കട്ടെ. അപ്പം അത് മാങ്ങയും കൂടെ ചെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും പിന്നെ ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഒരു 11 മണി ആയപ്പോൾ ഞങ്ങൾ പിന്നെ ഉമ്മമാനായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ വന്ന് പുലാമന്തോളം എത്തിയപ്പോൾ തന്നെ പമ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എണ്ണയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ നേരെ പോയി. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇന്ന് ആ ടൈമിനൊക്കെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 12:30 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം നല്ല മഴ ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണ ആ ഭാഗത്തേക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുകര റെയിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിൻ അപ്പോൾ പോയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ പെരിന്തൽമണ്ണ എത്തിയപ്പോഴും നല്ല ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് പറഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. കുറേ ടൈം അവിടെ അങ്ങനെ ഇതായിട്ട് നിന്നിട്ടോ, ബ്ലോക്കിൽ പെട്ടിട്ട്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്ക് കേട്ടോ. എന്നാൽ ഒരുമാതിരി പെട്ടൊരു ദിവസമായിരുന്നു. ചില ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ, നല്ല തിരക്കുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പിന്നെന്താ ഈ എല്ല് ഡോക്ടറല്ലേ കാണിക്കണത്. അപ്പോൾ തന്നെ കുറച്ച് ടൈം വേണമല്ലോ എന്തായാലും കാണിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ വെയിറ്റ് ചെയ്തിരിക്കുക തന്നെ വേണമല്ലോ, നമ്മളെ ആവശ്യത്തിനല്ലേ. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. ഞങ്ങളൊരു 11 മണിക്ക് പോയിട്ട് ഞങ്ങൾ
വീട്ടിൽ തിരിച്ചെത്തുന്നത് നേരം 7:45 ആയിട്ടുണ്ട് കേട്ടോ. 8 മണിയാവാനായിട്ടാണ് രാത്രി തിരിച്ചെത്തുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവായപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മോനിക്ക് എന്തൊക്കെ ചെറിയ വർക്കുകളുണ്ട് പറഞ്ഞിട്ട് ഓനങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നെസ്റ്റോലാക്കി തന്നിട്ട് ഓനങ്ങനെ പോവുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാൻ ടോക്കൺ എടുക്കാൻ കയറിയ സമയം കൊണ്ട് ഉമ്മ അവിടെ കസേര കണ്ടപ്പോൾ അതിൽ കയറിയിരുന്നാണ് കേട്ടോ. ഇവിടുന്ന് ടോക്കൺ എടുത്തപ്പോൾ 110ാമത്തെ ടോക്കനാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ 8-ാം തീയതിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്നൊക്കെ ആക്കിയതാണ്. അപ്പോൾ ഇന്ന് ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. പിന്നെ ഡോക്ടറെ കണ്ടു. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടറോട് പറയണം കൈ വേദന ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഡോക്ടർ 2 മാസത്തിനുള്ള മരുന്നിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഫാർമസി ചെന്ന് നോക്കുമ്പോൾ അതിലും വലിയ തിരക്കാണ് കേട്ടോ. ഇവിടുന്ന് ഈ കാണുന്ന ആൾക്കാരൊക്കെ ചെന്നിട്ട് വേണമല്ലോ ഫാർമസിയിൽ നിന്ന് മരുന്ന് കിട്ടാൻ. അപ്പോൾ അവിടെയും ചെന്ന് നിന്ന് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങളൊരു 5:30 ആയപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങളെ നെസ്റ്റോലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഉമ്മയും മമ്മിയൊക്കെ കൂടെ നെസ്റ്റോക്ക് അങ്ങനെ പോകാൻ കേട്ടോ അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മരുന്നൊക്കെ എങ്ങനെ കഴിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരികയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങളെ അവിടുന്ന് അങ്ങനെ അവന് വിളിച്ചു. പിന്നെ പിന്നെ ബാത്റൂം പോകണം മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കുമ്പോൾ അവിടെ ഞങ്ങൾ ഇരുന്ന ഭാഗമാണ് കേട്ടോ അത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരുമില്ല. ആ ടൈം ഇപ്പത്തിന് ഏകദേശം ആൾക്കാരൊക്കെ പോയിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞങ്ങളെ അവന് അവിടെ നെസ്റ്റോലാക്കി തരാം കേട്ടോ. എന്തൊരു തിരക്കാണ് അറിയോ, അടിപൊളിയാണ് കേട്ടോ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരുണ്ട്, വണ്ടികളും ഉണ്ട്, പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല കേട്ടോ. അത്രയും തിരക്കാണ്. അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് ആക്കി തരികയാണ്. ഞങ്ങളവിടെ റോഡിൽ തന്നെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓന് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓനിക്ക് അധികം വണ്ടി അപ്പുറത്ത് കൂടെ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ കയറി പോവുക ചെയ്തിട്ടോ. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതുപോലെ ഉള്ളിലും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാനും മമ്മിയും കൂടെ ഒക്കെ അങ്ങനെ കയറി അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഓഫറുകളും ഉണ്ട് കേട്ടോ. സർഫ് പൊടിക്കായാലും ലിക്വിഡുകളൊക്കെ നല്ല ഓഫറുകളുണ്ട് കേട്ടോ. പിന്നെ നല്ല പാത്രങ്ങളൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ നല്ല ചട്ടികളും ഒക്കെ നല്ല ഓഫറിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. ചട്ടികളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ ഇങ്ങനെ നടന്ന് നോക്കി. പിന്നെ ഉമ്മമാക്ക് കുറേ ഒന്നും നടക്കാനൊന്നും വയ്യ, ഉമ്മക്ക് അത്രയും നടക്കാൻ വയ്യ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു നോക്കി. പിന്നെ ഞാൻ മുകളിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഡ്രസ്സിൻ്റെ കളക്ഷനാണെങ്കിലും നല്ല അടിപൊളി കളക്ഷനാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും പിന്നെ വലിയ വലിയ ഷർട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. മോനോട് എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു നല്ല ഷർട്ടുകളുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടോ വന്നപ്പോൾ. എന്നിട്ട് പിന്നെന്താ നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ലെങ്ത്തുള്ള ടോപ്പുകളുണ്ട്, ഷോർട്ട് ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ ഉമ്മയും അമ്മയൊക്കെ പറഞ്ഞു ഞങ്ങളില്ല ഇജ്ജ് പോയിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും മോനും കൂടെ അങ്ങനെ പോയിട്ട് അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോരാണ് ചെയ്തത്. അപ്പോൾ ഈ ലിക്വിഡുകൾക്കും സർഫ് പൊടിക്കൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ പാമ്പേഴ്സുകളൊക്കെ നല്ല ഓഫറിലുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഓപ്പൺ ആയിട്ടുള്ളല്ലോ, അത് കാരണം തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ നല്ല ഓഫറാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും നല്ല ഭംഗിയാണല്ലോ അങ്ങനെ ഇരിക്കണത് കാണാൻ. അപ്പോൾ ഉമ്മമ്മ ആൾക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടപ്പോൾ ഉമ്മമ്മ അതെന്താ പഴം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്നും ഉമ്മമ്മ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിക്കാൻ ടേസ്റ്റൊന്നുമില്ല, ചിലവർക്കല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഞങ്ങളത് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അപ്പോൾ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം നിന്നൊന്ന് അങ്ങനെ എടുത്തതായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങി. പിന്നെ നട്ട്സിൻ്റെയൊക്കെ ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അവരത് സെറ്റ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പപ്പായൊക്കെ നല്ല പഴുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ അറിയണ്ട അതിൽ പഴുപ്പ് കയറിയതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. പിന്നെ ചക്കയാണെങ്കിൽ നല്ലതുപോലെ മൂത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചക്കയൊക്കെ കിട്ടാത്തവരൊക്കെ എന്തായാലും വാങ്ങിക്കൊണ്ടുപോകുമല്ലോ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ കണ്ടോ ചക്കയൊക്കെ അവർ മുറിച്ച് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞമ്മക്ക് ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചക്കയൊക്കെ ഇങ്ങനെ എവിടുന്നെങ്കിലും കിട്ടിയിട്ടൊക്കെ കഴിക്കണത് കൊണ്ട് പിന്നെ അത് മൂത്തിട്ടില്ല എന്നൊക്കെ അമ്മമ്മ പറയാണ് കേട്ടോ. പിന്നെ അതുപോലെ കൂർക്ക കണ്ടപ്പോൾ കൂർക്കയൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു അമ്മമ്മ. അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങും പൂളക്കിഴങ്ങും അതുപോലെ പിന്നെന്താ പച്ചക്കായും അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ
പിന്നെ ഇതൊന്നാമത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബില്ലിങ്ങിൻ്റെ അവിടെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. എന്തൊരു തിരക്കാണ് അറിയോ. ഇതാ നല്ല തിരക്കാണ്, ആൾക്കാർ എന്ത് തിരക്കാണ് അവിടെ എന്നറിയോ. ബില്ലടിച്ച് കിട്ടുകയാണെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അവിടുന്ന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തിറങ്ങി കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന് കഴിഞ്ഞിട്ട് വരാം, നിങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കാം. പക്ഷേ ഉമ്മമാക്കൊന്നും നടക്കാൻ വയ്യല്ലോ. അത് കാരണം കൊണ്ട് തന്നെ അവർ താഴത്തെ ഭാഗത്ത് മാത്രം നടന്നിട്ട് ഓല അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മൊത്തത്തിലൊന്നിങ്ങനെ നടന്ന് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നാൽ കേട്ടോ. പിന്നെ ഈ ഭാഗത്തു നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മീനിൻ്റെയും ഇറച്ചിൻ്റെയൊക്കെ ആ ഭാഗത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണണം കേട്ടോ. വാങ്ങണമൊക്കെ ഉണ്ട്, മീനും ഇറച്ചിയൊക്കെ അവിടെ നിന്ന് വാങ്ങണമൊക്കെ ഉണ്ട് ആൾക്കാർ. പക്ഷെ ഞങ്ങൾ മീനും ഇറച്ചിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് കേട്ടോ ഇരിക്കണത്. അതൊക്കെ അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ അങ്ങനെ വെച്ചത് കാണാൻ. പിന്നെ ബേക്കറി ഐറ്റംസ് ആണെങ്കിലും റസ്ക്, അതുപോലെ അച്ചപ്പം, പിന്നെ അച്ചാറുകളാണ് കേട്ടോ. ഇത് അവിടെ എത്തിയപ്പോൾ പിന്നെ കറണ്ട് പോയതാ തോന്നുന്നുണ്ട്, ചെറിയതായിട്ട് ലേറ്റ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഒരു മട്ടനും ബീഫും ചിക്കനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അതുപോലെ മീനാണ് കേട്ടോ. ഇതിൽ മീനുകൾ വലിയ മീനുകളും ഉണ്ട്, ചെറിയ മീനുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ മീനുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടോ. മത്തിയാണെങ്കിലും ചെമ്മീനാണെങ്കിലും പിന്നെ അതുപോലെ എന്തൊക്കെ മീനാണെങ്കിൽ പേരൊന്നും അറിയില്ല, എന്തൊക്കെ മീനുകളൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയ മീനുകളും ഉണ്ട്, കഷ്ണം വെട്ടി കൊടുക്കുന്ന മീനുകളും ഉണ്ട് കേട്ടോ. ഇതാ വലിയ മീനുകളൊക്കെ കണ്ടോ, കഷ്ണം വെട്ടി കൊടുക്കണ വലിയ മീനുകളൊക്കെ ഉണ്ട്. നമ്മൾ അവിടുന്ന് ആൾക്കാരൊക്കെ അങ്ങനെ വാങ്ങണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ മീനിൻ്റെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്ത് മീനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മമ്മ അയാളോട്. അപ്പോൾ അയാൾ ഇന്ന മീനാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ മീനൊന്നും വാങ്ങിയില്ല. പിന്നെ അവിടുന്ന് അങ്ങനെ പോകുന്നത് അരിയൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കണത്. പിന്നെ അത് മുകളിലാണ് കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ ഇതൊക്കെ മുകളിലാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയതാണ്. അപ്പോൾ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ലേഡീസിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും ഒക്കെ വാച്ചുകളാണ് കേട്ടോ. അടിപൊളി വാച്ചുകളാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. കുട്ടികളെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ, കുട്ടികളെ എന്ത് സാധനങ്ങൾ കാണുകയാണെങ്കിലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ അല്ലേ. കുട്ടികളെ കാണാൻ പ്രത്യേക ഒരു രസമാണല്ലോ. പിന്നെ ഇതുപോലെയുള്ള ചെറിയ പാൻറ്റുകളും ഒക്കെ നല്ല ഇതുണ്ട് കേട്ടോ. 169 രൂപ എത്ര ഈ പാൻറ്റ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. പിന്നെ ചെറിയ ഉടുപ്പുകൾ, പിന്നെ അതുപോലെ കോട്ടൻ്റെ ഉടുപ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കോട്ടൻ്റെ ഉടുപ്പുകൾ പിന്നെന്താ കണ്ടോ, കോട്ടൻ്റെ ഉടുപ്പുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാ അറിയോ. ചെറിയ കുട്ടികളതും പിന്നെ ഒരു ഏകദേശം ഒരു 7 വയസ്സ് 8 വയസ്സ് വരെയുള്ള കുട്ടികളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വലിയ ടോപ്പുകളാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു. മോള് പോന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഓൾക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങാണ്ട് ഈ ടോപ്പുകളൊക്കെ ഇതൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. ഈ വൈറ്റും ബ്ലാക്കൊക്കെ ടോപ്പുകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ അതുപോലെ നല്ല ട്രോളി ബാഗുകളുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ നല്ല ട്രോളികളുണ്ട് കേട്ടോ. നല്ല വില കുറവുണ്ട് കേട്ടോ. അടിപൊളി ബാഗുകളുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി ഈ ട്രോളികളൊക്കെ കേട്ടോ. കണ്ടോ കുറേ ആൾക്കാർ ഇത് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഉപകാരമാണല്ലോ. കണ്ടോ നല്ല വിലക്കുറവുണ്ട്. പിന്നെ അതുപോലെ AC-ക്കും TV-ക്കും ഫാനിനൊക്കെ നല്ല ഓഫറുകളുണ്ട് കേട്ടോ. നല്ല AC-ക്കൊക്കെ നല്ല ഓഫറുകളുണ്ട് പറഞ്ഞാൽ നല്ല ഓഫറുകളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് 40%, 35% ഒക്കെ ഓഫർ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ പുറത്ത് വെച്ച് പിന്നെ മോന് വന്ന് ഞങ്ങൾ അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം അമ്മ ഗോതമ്പിൻ്റെ അത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിക്കാൻ കേട്ടോ. ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയൊന്നും ഇടാതെ കേട്ടോ കഴിക്കണം. തേങ്ങ ഇട്ടാൽ കടിക്കാൻ വയ്ക്കൂല പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.